കടുത്ത വിഷാദരോഗത്തിന് അടിമയായിരുന്നു ഹരിമുരളി എന്ന 27കാരൻ. കുട്ടിക്കാലത്ത് തന്നെ അഭിനയിക്കാനും പ്രശസ്തനാകാനുമുള്ള വഴി ഭാഗ്യം പോലെ തുറന്ന് മുന്നിലേക്ക് വന്നിട്ടും ആ കൊച്ചു മനസ്സിലെ സന്തോഷം കൂട്ടുകാർക്കൊപ്പം കളിക്കാനും ചിരിക്കാനും മാത്രമായിരുന്നു. ഹരിമുരളിയെ സിനിമയിലും ടിവിയിലും കണ്ട കൂട്ടുകാർ അവനെ കളിക്കാൻ ഒപ്പം കൂട്ടാതെ മാറ്റി നിർത്തിയപ്പോൾ ആ കുഞ്ഞു മനസ്സ് ഏറെ വേദനിച്ചിരുന്നു. അങ്ങനെ ഇനി അഭിനയിക്കാൻ പോകേണ്ട, കൂട്ടുകാർക്കൊപ്പം കളിച്ചാൽ മതിയെന്ന തീരുമാനമായിരുന്നു അവൻ്റെ ഉള്ളിൽ. എന്നാൽ വളർന്നപ്പോൾ ഉള്ളിലെവിടെയോ ഉറങ്ങിക്കിടന്നിരുന്ന ആ സിനിമാ മോഹം പൊടിതട്ടി ഉണർന്നു. വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നിരവധി പേർ സിനിമയിൽ ഉണ്ടായിരുന്നതിനാൽ തന്നെ അവസരങ്ങൾ നിരവധി മുന്നിലെത്തിയെങ്കിലും ഹരിമുരളി ആഗ്രഹിച്ചത് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കാനായിരുന്നു. അതിനായിട്ടാണ് ബാംഗ്ലൂരുവിലേക്ക് പോയതും പഠിച്ചതുമെല്ലാം. ഒടുവിൽ എറണാകുളത്ത് ജോലി കിട്ടിയെത്തിയപ്പോൾ ചേട്ടൻ ശ്രീമോഹനും ഉണ്ടായിരുന്നു. പിന്നാലെയാണ് ഹരിമുരളിക്ക് വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. അച്ഛനും അമ്മയും ഇക്കാര്യം അറിഞ്ഞതോടെ മകനൊപ്പം നിൽക്കാൻ അവരും താമസം മാറി. മകനെ ശരിക്കും പറഞ്ഞാൽ കൈക്കുമ്പിളിലായിരുന്നു പിന്നീടവർ കൊണ്ടു നടന്നത്. എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് അതിവേഗമായിരുന്നു. ഏറെക്കാലമായി കൊച്ചിയിലാണ് ഹരിമുരളിയും കുടുംബവും താമസിച്ചിരുന്നതെങ്കിലും ഇടയ്ക്ക് നാട്ടിലെ വിശേഷങ്ങൾക്കും ചടങ്ങുകൾക്കുമായി ഇവർ എത്താറുണ്ടായിരുന്നു. നഗരത്തിലാണ് താമസിച്ചിരുന്നതെങ്കിലും ഒരു നാട്ടുമ്പുറത്തുകാരൻ്റെ മനസ്സും സ്നേഹവും നിഷ്കളങ്കതയും ഒക്കെയായിരുന്നു ഹരിമുരളിയുടെ മനസ്സു നിറയെ. വരുമ്പോൾ മിക്കപ്പോഴും താമസിച്ചിരുന്നത് ബന്ധുക്കളുടെ വീട്ടിലാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഹരിമുരളി എത്തിയപ്പോഴും താമസിച്ചത് നടനും നാടക കലാകാരനുമൊക്കെയായ മനോജ് കെയുവിൻ്റെ വീട്ടിലായിരുന്നു. ഏറെക്കാലത്തിന് ശേഷം നാട്ടിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുവാനും നാട്ടിലെ ഉത്സവം കൂടാനും മറ്റുമായി എത്തിയതായിരുന്നു ഹരിമുരളി. 2-3 ദിവസങ്ങൾക്ക് മുൻപ് പോലും നാട്ടിലെ തെയ്യത്തിന് പലരും ഹരിമുരളിയെ കണ്ടിരുന്നു. എല്ലാവരോടും വിശേഷങ്ങൾ ചോദിച്ച് ഊർജ്ജസ്വലനായി നടന്നിരുന്ന ഹരിയുടെ മുഖം അടുത്ത ബന്ധുക്കളുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇടക്കാലത്ത് കടുത്ത വിഷാദത്തിലായിരുന്നു ഹരിമുരളിയെന്ന് മരണവാർത്തയറിഞ്ഞ് സുഹൃത്തുക്കൾ പറയുമ്പോഴാണ് നാട്ടുകാരും ഇക്കാര്യം അറിയുന്നത്. സമൂഹമാധ്യമ അക്കൗണ്ടുകളെല്ലാം തന്നെ വിഷാദരോഗത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കെ ഹരിമുരളി പൂട്ടിയിരുന്നു. പക്ഷേ കലാകാരൻ്റെ പ്രക്ഷുബ്ധമായ മനസ്സും ജീവിതവും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കുടുംബം ഹരിക്ക് ഉണ്ടായതായിരുന്നു ഏറ്റവും വലിയ ഭാഗ്യം. അവർ ഹരിയെ ചേർത്ത് പിടിക്കുകയായിരുന്നു. ചെറിയ പ്രായം മുതൽ ഒരുപാട് പേരുടെ സ്നേഹവും കരുതലും അനുഭവിച്ച താരം തന്നെയായിരുന്നു ഹരിമുരളി. മകന് പ്രശസ്തിയും സിനിമാ അഭിനയവും തിരക്കുള്ള ജീവിതവും ഒന്നും വഴങ്ങില്ല എന്ന് അച്ഛൻ പയ്യന്നൂർ മുരളി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. പിന്നീട് അവൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിയായിരുന്നു ആ അച്ഛൻ അവനെ വളർത്തിയത്. അങ്ങനെയാണ് സിനിമയുടെ പിന്നണി രംഗത്തേക്ക് പ്രവർത്തിക്കാനുള്ള ഹരിമുരളിയുടെ ആഗ്രഹം അച്ഛൻ തിരിച്ചറിഞ്ഞതും അതിലേക്ക് മകനെ വഴിതിരിച്ചു വിട്ടതും. എന്നാൽ 27-ാം വയസ്സിൽ അപ്രതീക്ഷിതമായി ആ ജീവിതം അവസാനിക്കുകയായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.